ദുഃഖവെള്ളി ദിനത്തിലും ഇടുക്കി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥികൾ ഭക്തി നിർഭരമായ പ്രചാരണ ചൂടിലായിരുന്നു. LDF സ്ഥാനാർത്ഥി മലയാറ്റൂർ മല ചവിട്ടിയപ്പോൾ UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിലെ വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചടങ്ങുകളിലും പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി കൊന്നത്തടി പഞ്ചായത്തിലാണ് ഇന്ന് ചിലവഴിച്ചത്. ഇടുക്കി മണ്ഡലത്തിൽ നിന്നും ബിജു വൈശൻപർമ്മ ചേർന്നു. ബിജു, വിശദാംശങ്ങൾ. ഷിബിന, ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ഇടത് വലത് NDA മുന്നണി സ്ഥാനാർത്ഥികളെന്നും ഈ ദുഃഖവെള്ളി ദിനത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളിൽ തന്നെയാണ് പങ്കെടുത്തത്. LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ ആകട്ടെ ഇന്നലെ വൈകിട്ട് ചക്കാമ്പുഴയിലെ വീട്ടിലെത്തി പ്രസംഗാദിനത്തിലെ ചടങ്ങിൽ കഴിഞ്ഞ ശേഷം തൻ്റെ 40ാമത്തെ തവണ കാൽനടയായി തന്നെ മലയാറ്റൂർക്ക് യാത്ര തിരിച്ചു. ഇന്ന് മലയാറ്റൂർ മല ചവിട്ടി അദ്ദേഹത്തിൻ്റെ ദുഃഖവെള്ളി ആഴ്ചത്തെ ഈ ദിനം ഇന്ന് മലയാറ്റൂരാണ് ചിലവഴിച്ചത്. UDF സ്ഥാനാർത്ഥി റോയ് പൗലോസ് ആകട്ടെ ഇന്നും ദുഃഖവെള്ളി ആചരണവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭക്തി നിർഭരമായ ചടങ്ങിൽ പങ്കെടുക്കുകയും വോട്ടർമാരെ നേരിൽ കാണുകയും ചെയ്തു. ഉദയഗിരി കാമാക്ഷി പഞ്ചായത്തിലെ ഉദയഗിരി സെൻറ്റ് മേരീസ് ഇടവകയിലെ കുരിശുമലയിലും അദ്ദേഹം എത്തി. അങ്ങനെ കാമാക്ഷി പഞ്ചായത്തിലാണ് കൂടുതൽ സമയം റോയ് പൗലോസ് ചിലവഴിച്ചത്. NDA സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭയാകട്ടെ ഇന്ന് കൊന്നത്തടി പഞ്ചായത്തിലാണ് കൂടുതൽ സമയം ചിലവഴിച്ചത്. അദ്ദേഹം ഇന്ന് പ്രധാനമായും പങ്കെടുത്ത ഒരു ചടങ്ങ് എന്ന് പറയുന്നത് വളരെ ദുഃഖം, അതായത് നമ്മളെല്ലാം ഏറെ വേദനയടുത്തുന്ന ഒരു സംഭവത്തിൽ തന്നെയാണ്. കമ്പളികണ്ടം സ്വദേശി തെക്കുമലയിൽ എഡ്വിൻ എന്ന് പറയുന്ന +2 വിദ്യാർത്ഥി ഇന്ന് പാമ്പള അണക്കെട്ടിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. മാതാപിതാക്കളോടൊപ്പം അവിടെ പാമ്പള ഡാമിന് അടുത്തുള്ള സ്ഥലത്ത്, പാട്ടത്തിനടുത്ത സ്ഥലത്ത് അവധി ദിനത്തിലെത്തി അവർ മാതാപിതാക്കളോടൊപ്പം കുളിക്കാനിറങ്ങവേ കാൽവഴുതി വീണാണ് എഡ്വിൻ എന്ന +1 വിദ്യാർത്ഥി മരിച്ചു. അത് പ്രതീഷ് പ്രഭ, നമ്മുടെ NDA സ്ഥാനാർത്ഥിയുടെ തറവാടിൻ്റെ അയൽവാസി കൂടിയാണ്, പ്രത്യേകിച്ച് മണ്ഡലത്തിലുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പ്രതീഷ് പ്രഭ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ഒരു സമയം ആ ഒരു ചടങ്ങുകൾക്ക്, അതായത് കുട്ടിയുടെ മൃതദേഹം മുങ്ങിയെടുക്കുന്നതുൾപ്പെടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ചടങ്ങുകളിലുമാണ് NDA സ്ഥാനാർത്ഥി ഇന്ന് പൂർണ്ണമായും പങ്കെടുത്തത്. അദ്ദേഹം കൊന്നത്തടി പഞ്ചായത്തിലെ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ച് ഉള്ള പ്രചരണത്തിനിടയിലാണ് ഇത്തരമൊരു ദാരുണ സംഭവം അറിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം അവിടെയാണ് സമയം ചെലവഴിച്ചത്. എന്നിരുന്നാൽ തന്നെയും ഈ ദുഃഖവെള്ളി ദിനത്തിലും 3 സ്ഥാനാർത്ഥികളും നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് ഭക്തി നിർഭരമായ, അതായത് പള്ളികൾ കേന്ദ്രീകരിച്ചും ഒക്കെയുള്ള ചടങ്ങുകളിലും ഒക്കെയാണ്. അപ്പോൾ റോയ് പൗലോസ് ഇന്ന് കാമാക്ഷി പഞ്ചായത്തിലെ ചില ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരു നിശബ്ദമായ ഒരു ദിനമാണ് ഇന്ന്, പ്രത്യേകിച്ചും ദുഃഖവെള്ളിയാണ് എങ്കിൽ പോലും സ്ഥാനാർത്ഥികൾക്ക് അതൊക്കെ ആ ഒരു ചൂട്, വലിയൊരു ചൂടിൽ തന്നെ അദ്ദേഹം അവരുടെ ആ ദുഃഖവെള്ളി ആചരണത്തിലും പ്രചരണ ചൂടിൽ തന്നെ എന്ന് പറയാതിരിക്കുവാനും തരമില്ല. ഷിബിൻ.